യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഈ പ്രഭാതത്തിൽ നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം ദൈവിക സംരക്ഷണത്തിൻ്റെ ഒരു വാഗ്ദത്തമാണ്. ആ ഭാഗം സങ്കീർത്തനം 91:11. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കുവാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ദൈവം ഈ പ്രഭാതത്തിൽ തരുന്ന വാഗ്ദാനം. അവിടുന്ന് ദൂതന്മാർ പറയും, എൻ്റെ എല്ലാ വഴികളിലും എന്നെ കാക്കും, എൻ്റെ കാലുകൾ കല്ലിന്മേൽ തട്ടാതിരിക്കുവാൻ താങ്ങിക്കൊള്ളും. പ്രിയമുള്ളവർ, ഓർക്കുക, ദൈവത്തിൻ്റെ ദൂതന്മാർ ദൈവത്തിൻ്റെ സന്ദേശവാഹകരാണ്. വിശ്വാസികൾക്ക് എല്ലാവിധ സംരക്ഷണവും പിന്തുണയും നൽകുവാൻ വേണ്ടി അവൻ അയക്കുന്നവരാണ്. ഈ ഒരു സംരക്ഷണം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഓർക്കുക പ്രിയമുള്ളവരെ, ഈ സംരക്ഷണം എന്നത് ഒരു യാന്ത്രികമായിട്ടൊന്നുമല്ല. അതായത് ദൈവത്തെ തങ്ങളുടെ സങ്കേതമായി കരുതുന്ന മക്കൾക്ക് ദൈവം മാറ്റിവയ്ക്കുന്ന ഒന്നാണത്. അപ്പോൾ ഈ സംരക്ഷണം ഏത് പ്രതികൂല സാഹചര്യത്തിലും ഇന്ന് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എങ്കിൽ പ്രിയമുള്ളവരെ, ഇന്ന് ഇതാ ഈ വാഗ്ദത്ത കൂടാരം അച്ഛൻ പിടിച്ചിരിക്കുന്നു. നീ ഇന്ന് കണ്ടുമുട്ടുന്ന മക്കൾ ഏതെല്ലാം തരത്തിൽ ഇന്ന് എവിടേക്ക് നീ പോകുന്നു, അവിടെയെല്ലാം ദൈവത്തിൻ്റെ ദൂതന്മാർ നിനക്ക് കാവൽ നിൽക്കുവാൻ വേണ്ടി നിന്റെ നിയോഗങ്ങൾ ഈ പെട്ടിയിലേക്ക് സമർപ്പിച്ച് ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. അൾത്താരയിൽ നിന്റെ നിയോഗം സുരക്ഷിതമാണ്. ഇന്ന് നീ കണ്ടുമുട്ടുന്ന സകല മക്കൾക്കും വലിയ സംരക്ഷണം നിനക്ക് കിട്ടും. ആരും നിന്നെ ഉപദ്രവിക്കില്ല. നീ ഇന്ന് എവിടെയൊക്കെ പോകുന്നോ, എന്തിനൊക്കെ തുറക്കപ്പെടാൻ വേണ്ടി, നേടാൻ വേണ്ടി, ലഭിക്കാൻ വേണ്ടി പോകുന്നോ, അവിടെയെല്ലാം കർത്താവ് ദൂതന്മാരച്ഛൻ നിനക്കൊണ്ട് എല്ലാം ക്രമപ്പെടുത്തി തരും. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, സ്വർഗീയ സൈന്യങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് മുഴുവൻ സമയം ദൈവിക സംരക്ഷണം അനുഭവിച്ച് ജീവിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അമ്മേ മാതാവ്, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. നമ്മുടെ കർത്താവായ ശമിശായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം കൊണ്ട് ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിലാകുവാൻ, ദൂതന്മാരെ സംരക്ഷണം ലഭിക്കുവാൻ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ.